പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്നെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പ്രമുഖരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. നടന്മാർ, നിർമ്മാതാക്കളൊക്കെ അവിടെയുണ്ട്. പ്രധാനമന്ത്രി എപ്പോഴെത്തും? പുതിയ വിവരങ്ങൾ. പ്രധാനമന്ത്രി എന്തായാലും അല്പസമയത്തിനകം ഇവിടെ നിന്ന് ശ്രീവത്സത്തിൽ നിന്ന് ഇറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇലക്ട്രിക് വാഹനത്തിലായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹം ഈ ശ്രീവത്സത്തിൽ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഇലക്ട്രിക് വാഹനമുണ്ട്. ആ ഇലക്ട്രിക് വാഹനത്തിലായിരിക്കും അദ്ദേഹം തെക്കേ നടയിലൂടെ ഇങ്ങോട്ടേക്ക്, അതായത് ഈ കിഴക്കേ നടയിലേക്ക് എത്തുക. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മോഹൻലാൽ അടക്കം നിൽക്കുന്ന ഒരു മേഖലയുണ്ട്. ആ പ്രദേശം എന്ന് പറയുന്നത് തെക്കേ നടയാണ്. ഈ പ്രധാനമന്ത്രി കടന്നു വരുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇപ്പോൾ ഈ താരങ്ങളെല്ലാവരും തന്നെ, അതായത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആളുകളെല്ലാവരും നിൽക്കുന്നത് അവിടെയാണ്. കാരണം അവർക്ക് അവിടെ പ്രത്യേക സജ്ജീകരിച്ച് ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിലാണ് ഇവരെല്ലാവരും തന്നെ കാത്തു നിൽക്കുന്നത്. എന്തായാലും അവർക്കിടയിലൂടെയാണ് പ്രധാനമന്ത്രിയും എന്തായാലും ഇങ്ങോട്ടേക്ക് നടന്ന് ഈ കിഴക്കേ നടയിലേക്ക് എത്തുക. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഇറങ്ങും, അതായത് ഈ ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് വരാനുള്ള ഇലക്ട്രിക് വാഹനമടക്കം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് തയ്യാറായി ഇപ്പോൾ ഈ ശ്രീവത്സത്തിന് മുന്നിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഈ തെക്കേ നടയിലേക്ക് കിഴക്കേ നടയിലേക്ക് അദ്ദേഹം എത്തും. തെക്കേ നടയിൽ നിന്ന് കിഴക്കേ നടയിലേക്ക് എത്തും. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിലവിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാരവാഹികൾ അടക്കമുള്ളവരും ഈ തെക്കേ നടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു സ്വീകരണം വാങ്ങിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക. ഗുരുവായൂരപ്പന്റെ തന്നെ ദാരുശില്പം നൽകിക്കൊണ്ടായിരിക്കും ഈ ദേവസ്വം ഭാരവാഹികൾ പ്രധാനമന്ത്രിയെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കുക. അവിടെ നിന്ന് അദ്ദേഹം ഈ കിഴക്കേ നടയിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് BJP പ്രവർത്തകരുണ്ട്, അതോടൊപ്പം തന്നെ ഭക്തരുണ്ട്. അവരെല്ലാവരെയും, അതായത് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അകത്ത് ഇദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. പ്രത്യേക പാസ്സെല്ലാം വാങ്ങി രാവിലെ തന്നെ എത്തിയ ആളുകളാണ്, മണിക്കൂറുകൾക്ക് മുൻപ് എത്തിയ ആളുകളാണ്. അവരെ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ അവരെ അഭിവാദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു കയറും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് പോയി അദ്ദേഹം 15 മിനിറ്റിലധികം നേരം ക്ഷേത്ര ദർശനം നടത്തും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തുലാഭാരം അദ്ദേഹം വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണയും, അതായത് 2019 പ്രധാനമന്ത്രി ഒടുവിൽ ഗുരുവായൂരിലെത്തിയത്. ആ സമയത്തും അന്ന് അദ്ദേഹത്തിന് ഈ താമര കൊണ്ട് തുലാഭാരം നടത്തിയിരുന്നു. ഇത്തവണയും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തുമ്പോൾ തുലാഭാരം വേണം എന്നൊരാഗ്രഹം അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തുലാഭാരം നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ എത്തിച്ച താമരയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തുലാഭാരം നടത്താനുള്ള താമരപ്പൂക്കളെല്ലാം എത്തിച്ചു. ആ താമരപ്പൂക്കൾ കൊണ്ട് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തുലാഭാരവും നടത്തിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഇവിടെ നിന്ന്, അതായത് താൽക്കാലികമായി ഈ നടയിൽ നിന്ന്, അതായത് ക്ഷേത്ര പരിസരത്ത് നിന്ന് ഈ വിശ്രമമുറിയിലേക്ക് മടങ്ങുക, ശ്രീവത്സത്തിലേക്ക് മടങ്ങുക. ശ്രീവത്സത്തിലെത്തി അദ്ദേഹം വസ്ത്രം മാറി അല്പനേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തെക്കേ നടയിലേക്ക് എത്തും. തെക്കേ നടയിൽ ആ സമയത്ത് ഈ കുടുംബാംഗങ്ങളും, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യ സുരേഷ് ഉണ്ട്, ഭാഗ്യയുടെ വരനായിട്ടുള്ള ശ്രേയസ് ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും തന്നെ അവിടെ ഈ തെക്കേ നടയ്ക്ക് സമീപം കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കിടയിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെ വെച്ച് പ്രധാനമന്ത്രിക്ക് ഒരു സ്വർണ്ണ തളിക നൽകിക്കൊണ്ട് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. പിന്നീട് എല്ലാവരും ഒരുമിച്ചായിരിക്കും ഈ കതിർമണ്ഡപത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കിഴക്കേ നടയിലെ ഈ കതിർമണ്ഡപത്തിലേക്ക് എത്തും. ആ കതിർമണ്ഡപത്തിൽ വെച്ച് ഈ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിൽ, ഗുരുവായൂരപ്പന് മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം നടക്കും. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഇന്ന് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നടന്ന 18 വിവാഹങ്ങളുണ്ട്. രാവിലെ മുതൽ പുലർച്ചെ തന്നെ ആരംഭിച്ച വിവാഹങ്ങളുണ്ട്. ആ വിവാഹത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ഇന്ന് വിവാഹം നടന്ന വധൂവരന്മാരെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ആശംസിക്കും. ആ ആശംസകളും നേർന്നതിന് ശേഷമായിരിക്കും ഗുരുവായൂരിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങുക. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത് ഈ ശ്രീവത്സത്തിന്റെ വിശ്രമ കേന്ദ്രത്തിലാണ്. രാവിലെ 7:30 ഈ ഹെലിപ്പാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് BJP പ്രവർത്തകരുടെ വലിയൊരു സ്വീകരണം ഉണ്ടായിരുന്നു. കാരണം 100 കണക്കിന് പ്രവർത്തകർ കഴിഞ്ഞ 3-ാം തീയതി പ്രധാനമന്ത്രി എത്തിയതുപോലെയുള്ള ഒരു ജനാരവം, ആ ജനാരവമാണ് ഇന്ന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ, ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത്. അവിടെ BJP പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നേതാക്കൾ വലിയൊരു സ്വീകരണം പ്രധാനമന്ത്രിക്ക് നൽകി. ആ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം 1 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ ഈ ഗുരുവായൂരിലേക്ക് എത്തിയത്. വഴിയിലുടനീളം പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. വരുന്ന വഴിയിൽ വീടുകളിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ഇറങ്ങി നിന്ന് പ്രധാനമന്ത്രിയെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ശ്രീവത്സത്തിന് അടുത്തേക്ക് അദ്ദേഹം എത്തുമ്പോഴേക്കും മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന ഒരു കാഴ്ച, പ്രധാനമന്ത്രിയെ മുദ്രാവാക്യങ്ങളോടുകൂടി പ്രവർത്തകർ
പ്രവർത്തകർ ശ്രീവത്സത്തിന് സമീപം വരവേറ്റു, എതിരേറ്റു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഈ ശ്രീവത്സത്തിൽ വിശ്രമിക്കുകയാണ്. ശ്രീവത്സത്തിൽ നിന്ന് ഇറങ്ങി, ഏറ്റവും പുതിയ വിവരം ശ്രീവത്സത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത്. ശ്രീവത്സത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹം ഈ കിഴക്കേ നടയിലൂടെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചു ദൂരം അദ്ദേഹം ഈ ഇലക്ട്രിക് വാഹനത്തിലായിരിക്കും സഞ്ചരിക്കുക. അതായത് ശ്രീവത്സത്തിൽ നിന്ന് ഇലക്ട്രിക് വാഹനത്തിൽ കയറി കിഴക്കേ നടയിലേക്ക് എത്തും. കിഴക്കേ നടയിൽ എത്തി അതിനുശേഷം അദ്ദേഹം കുറച്ചു ദൂരം ഈ വാഹനത്തിൽ സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം കാൽനടയായി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കിഴക്കേ നടയിലേക്ക് എത്തും. തെക്കേ നടയിൽ ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം, അതായത് ഇപ്പോൾ ഈ ശ്രീവത്സത്തിൽ നിന്ന് ഇലക്ട്രിക് വാഹനത്തിൽ ഈ തെക്കേ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെക്കേ നടയിലെത്തി അദ്ദേഹം കുറച്ചു ദൂരം ഈ വാഹനത്തിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി കാൽനടയായി വന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കിഴക്കേ നടയിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക് കയറുക. അതിനു മുൻപ് അദ്ദേഹത്തിന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ട തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ദേവസ്വം പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്, ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കിഴക്കേ നടയിൽ വന്ന് അദ്ദേഹം ഈ ഗുരുവായൂരപ്പനെ തൊഴുതതിന് ശേഷം അതുവഴിയായിരിക്കും, കിഴക്കേ നടയിലൂടെ ആയിരിക്കും ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക. അതിനുശേഷം 15 മിനിറ്റിലധികം നേരം അദ്ദേഹം ഈ ക്ഷേത്ര ദർശനം നടത്തും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള തുലാഭാരമുണ്ട്, താമര കൊണ്ടുള്ള തുലാഭാരം. ആ തുലാഭാരം ഉൾപ്പെടെ പൂർത്തിയാക്കി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷമായിരിക്കും ഇദ്ദേഹം ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് താൽക്കാലികമായി മടങ്ങുക. അതിനുശേഷം പിന്നീട് ഈ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഒരു 20 മിനിറ്റ് നേരത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു 9 മണിയോടുകൂടി അദ്ദേഹം വീണ്ടും ഗുരുവായൂരിലേക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. അതിനുശേഷം ഈ ക്ഷേത്രത്തിന് മുന്നിലെ ഈ കതിർ മണ്ഡപത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ പ്രത്യേക അലങ്കാരങ്ങളുള്ള മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിലാണ് ഈ വിവാഹ ചടങ്ങുകൾ നടക്കുക. താര സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടൻ സുരേഷ് ഗോപിയുടെ മകളായിട്ടുള്ള സൗഭാഗ്യയുടെ വിവാഹം നടക്കും. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നടന്ന മറ്റു വിവാഹങ്ങളുണ്ട്. ആ വിവാഹം കഴിച്ച വധൂവരന്മാരെ എല്ലാം പ്രധാനമന്ത്രി ആശംസിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും എന്തായാലും അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കിഴക്കേ നടയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം, അതായത് അല്പനിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും. പ്രധാനമന്ത്രി ഈ എത്തുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതായത് ക്ഷേത്ര സന്നിധിയിലേക്കുള്ള വരവ്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ നമ്മുടെ ക്യാമറ കണ്ണുകൾ പോലും കാത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശ്രീവത്സത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ശ്രീവത്സത്തിൽ നിന്ന് ഒരു 150 മീറ്റർ ദൂരം മാത്രമേ ഈ തെക്കേ നടയിലൂടെ ഇങ്ങോട്ടേക്ക് ഈ കിഴക്കേ നടയിലേക്ക് എത്തേണ്ട ദൂരമുള്ളൂ. കാരണം തെക്കേ നടയിലൂടെ കൃത്യം 150 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയും. അതിൽ പകുതി ദൂരം അദ്ദേഹം ഒരു ഇലക്ട്രിക് വാഹനത്തിലായിരിക്കും യാത്ര ചെയ്യുക. പ്രത്യേകം സജ്ജീകരിച്ച് ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹം സഞ്ചരിച്ച് തെക്കേ നടയുടെ മധ്യഭാഗത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി കാൽനടയായി അദ്ദേഹം ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം, അതായത് മിനിറ്റുകൾ, നിമിഷങ്ങൾ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ഗുരുവായൂരപ്പന്റെ മുന്നിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതാ വീണ്ടും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറെ കാത്തിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച് എത്തുന്ന വരവാണ്. കാരണം കഴിഞ്ഞ തവണ തൃശ്ശൂർ സന്ദർശനം നടത്തിയ സമയത്ത് ഈ വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് എത്തിയില്ല എന്നുള്ള പരിഭവമൊക്കെ പലരും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഗുരുവായൂരിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഗുരുവായൂരപ്പനെ വണങ്ങി ഗുരുവായൂരപ്പന് മുന്നിൽ തുലാഭാരം അർപ്പിച്ച് മാത്രമേ മടങ്ങാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ മടങ്ങണമെന്ന പ്രധാനമന്ത്രിയുടെ ആഗ്രഹം, ആ ആഗ്രഹ സാഫല്യം കൂടിയാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നമ്മൾ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ, അതായത് ഏത് നിമിഷവും പ്രധാനമന്ത്രി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അല്പദൂരം മാത്രമാണ് അവിടെ നിന്ന് തെക്കേ നടയിലേക്കുള്ളത്. അവിടേക്ക് അദ്ദേഹം പകുതി ദൂരം ഒരു ഇലക്ട്രിക് വാഹനത്തിലാണ് എത്തുക. ഏത് നിമിഷവും അദ്ദേഹം കിഴക്കേ നടയിലേക്ക് എത്തിച്ചേരും. തെക്കേ നടയ്ക്ക് അരികിൽ ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം, അവിടെയാണ് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങൾ, മറ്റു പ്രമുഖരെല്ലാവരും അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു വേദിയിലുണ്ട്. ആ വശത്തുകൂടി തന്നെയാണ് തെക്കേ നട വഴി കിഴക്കേ നടയിലേക്ക് പ്രധാനമന്ത്രി ഉടൻ എത്തിച്ചേരുമെന്നാണ് സൂരജ് സജി നമുക്ക് അവിടെ നിന്ന് നൽകുന്ന വിവരം. ദൃശ്യങ്ങളിൽ കാണാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ SPG സ്റ്റാഫ് അടക്കമുള്ളവർ അവിടെ സുരക്ഷയെല്ലാം നിരീക്ഷിച്ച് അവിടെയുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏത് നിമിഷവും പ്രധാനമന്ത്രി ഈ കിഴക്കേ നടയിലേക്ക് എത്തിച്ചേരും. തെക്കേ നട വഴി കിഴക്കേ നടയിലേക്ക് അല്പദൂരം മാത്രമാണ് ഈ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ നിന്ന്
അങ്ങോട്ടേക്കുള്ളത്. ഏത് നിമിഷവും പ്രധാനമന്ത്രി എത്തിച്ചേരും. അതിനുള്ള കാത്തിരിപ്പിലാണ് അവിടെ എത്തിയുള്ള ജനങ്ങളെല്ലാവരും തന്നെ. നമ്മുടെ പ്രേക്ഷകരും തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നറിയാം. മാധ്യമങ്ങൾക്ക്, ക്യാമറകൾക്കൊക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി പാലിച്ചു തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ലഭ്യമാകുന്ന എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് സജ്ജമാണ് 24-ൻ്റെ ടീം. ഗുരുവായൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് സൂരജ് സജിയാണ്. ക്ഷേത്ര ദർശനത്തിനു ശേഷം അല്പസമയത്തിനകം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ദർശനം നടത്തി അതിനുശേഷം തുലാഭാരം, താമര കൊണ്ടാണ് തുലാഭാരം. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങും പ്രധാനമന്ത്രി. 8:45 പ്രത്യേകം സജ്ജീകരിച്ച മണ്ഡപത്തിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹ ചടങ്ങുകൾ. ആ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി എത്തും.